ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുതരാം. ഇതിപ്പോൾ വാങ്ങിച്ചു കൊടുന്നല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം അരച്ചിട്ട് പച്ചമുളക് അരച്ചിട്ട് മസാല തേച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതാദ്യം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം സവാള തോല് വെച്ചാൽ മതി. ഈ ഇഞ്ചി കൂടിയിട്ടാ. ഇഞ്ചി ഇനി അതിലേക്ക് പച്ചമുളക് വേണം. പച്ചമുളക് എടുത്തിട്ട് തരാം. നന്നാക്കിയ ഉള്ളി ഇതിലിട്ടാൽ മതി. ഫുള്ള് പൊളിക്കാം. അതിങ്ങനെ പൊളിച്ചിട്ട് ഇതൊക്കെ അറിയാല്ലേ. ഫുള്ള് പൊളിഞ്ഞു വന്നു. ചെറിയ ചെറിയ വെളുത്തുള്ളിയാണല്ലോ. വെളുത്തുള്ളിക്ക് എന്താ വില? വെളുത്തുള്ളി 350. അതിനിടയിൽ അതിനേക്കാളും കൂടിയിരുന്നില്ലേ? 400-500 ഒക്കെ ആയിരുന്നുണ്ട്. ബിരിയാണി വെക്ക എങ്ങനെയാന്ന് അറിയോ? ഒന്ന് പറഞ്ഞുതരും. ആ വെക്കണ രീതി ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാല്. ഇതേപോലെ ഉള്ളി ഇതെല്ലാം വൃത്തിയാക്കുക. എന്നിട്ട് ആദ്യം ഉള്ളി എല്ലാം കൂടെ കൂട്ടി എന്തൊക്കെ ക്ലിയർ ആയിട്ട് പറയണോ? വെളുത്തുള്ളി വേണം. എന്തൊക്കെയാ വഴറ്റണേക്ക് എടുക്കുക? വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വലിയ ഉള്ളി വഴറ്റി കുറച്ച് പാകമായതിനു ശേഷം തക്കാളിയും കൂടെ കുറച്ച് ചേർക്കുക. അപ്പൊ ഈ വെളുത്തുള്ളി ഇടും. പിന്നെന്താ വെളുത്തുള്ളി ഒക്കെ എങ്ങനെ ഇടുക? അരിഞ്ഞിട്ടിടും. ശരി. എന്നിട്ട് നന്നായിട്ട് വഴറ്റും. എന്നിട്ട് തക്കാളി കൂട്ടി ഇതാക്കും. പിന്നെ അതൊരു മസാല പരുവത്തിലാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ കുറേശ്ശെ ഇടും. എന്നിട്ട് ഒരു മസാല പോലെ വെക്കും. വേറൊന്നും വേണ്ട. എനിക്ക് കഴിഞ്ഞാ അല്ല, പിന്നെ അതില് മറ്റേ ഇലയില്ലേ, പുതിന, മല്ലിയില, പുതിന ഒക്കെ കൂടെ ഇടും. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റി മിക്സ് ആക്കും. അത്ര. പിന്നെ ചിക്കൻ ഇതാക്കണം, ചിക്കൻ വേവിക്കണം. അല്ല, ഈ മസാലയ്ക്ക് വേറൊന്നും വേണ്ട? വേറെ അറിയില്ല. ഗരം മസാല ഒന്നും വേണ്ട? അത് വേണല്ലേ. അരി വേവിക്കുന്നതിന് അതൊന്ന് പറയാം. അരി വേവിച്ചിട്ട് അത് വാർത്തിട്ട് വെക്കും. അല്ല, അത് വെച്ച് വറ്റിക്കുക ചെയ്യാം. വെച്ച് വറ്റിക്കും. വെള്ളം വറ്റിക്കുക. അതിന്റെ ഒക്കെ കണക്കറിയോ? കണക്കറിയില്ല. അരിയിൽ എന്തൊക്കെ ഇടുന്നറിയോ? ഇല്ല, അറിയില്ല. ഏലക്കായ ഇടും. പിന്നെന്താ ഗ്രാമ്പു, പട്ടക്ക, ഗ്രാമ്പു, പട്ട, മുന്തിരി. മുന്തിരി കാണുന്നിടോ? ഇല്ല. പിന്നെ കാഷ്യൂനട്ട് ഒക്കെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് മുന്തിരി. പഠിക്കല്ലേ ഞാനിപ്പോ കൊറേച്ചൊക്കെ പഠിക്കുമ്പോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഒരിക്കൽ വെച്ചാൽ പിന്നെ ഞാൻ വെക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇനി കുറച്ച് പച്ചമുളക് ഇടണം. അത് ആദ്യം നമുക്ക് മസാലയൊക്കെ ഇട്ടാം. എന്താ പറയാ, ചിക്കൻ ആദ്യം ഒന്ന് തേച്ച് വെക്കണ്ടേ, എന്നിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കൊക്കെ വേണ്ടേ. എത്രയാണ് വേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ കാണാൻ ഇഷ്ടം. ഇഞ്ചി ഇത്ര, വെളുത്തുള്ളി ഇത് മതി. ബാക്കിയുള്ള വെളുത്തുള്ളി ഞാൻ ഫ്രിഡ്ജിലെത്താം. ഇനി ഉണങ്ങിയിട്ട് എടുത്തേക്കാം. അപ്പോൾ ഒരു പാത്രത്തിലായിട്ട് ഇവിടെ ഇരിക്കട്ടെ. അധികം. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് അത് നമുക്ക്
കുറച്ച് എരിവ് കൂടുതൽ വേണം, നല്ലൊരു എരിവ് അധികം വേണം. അതെയോ പേടി ഉണ്ടോ? എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതങ്ങനെ അരച്ചു കൊണ്ടുവരാം. അപ്പോഴേക്കും എന്തെങ്കിലും കഴിഞ്ഞു ഈ സവാളൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അരക്കണം. എല്ലാം കണ്ണു നേറുണ്ടല്ലോ. ഇതേ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ സവാള ഇങ്ങനെ നോക്കുന്ന സമയത്ത് തൊലി കളയുമ്പോഴേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ പറയുക അറിയോ, ഈ ചിക്കൻ നമുക്ക് മസാല തേച്ച് വെക്കാം. കുക്കറിലിട്ടിട്ട് അപ്പൊ അതിലേക്ക് ഇട്ടാൽ മതി മസാല. നമ്മൾ ഈ പാത്രം ഒരുപാട് ഇങ്ങനെ കഴുകാനെടുക്കാത്ത വിധത്തിൽ നമ്മൾ ഇത്രയും പാത്രങ്ങളൊക്കെ കുറച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് ഇതില് കുറച്ച് മുളക് പൊടി, വേണം കേട്ടോ. ഒരു ഇത്തിരി കൂടി കുറച്ച് മതി ആയിട്ടോ. ഇനി ഉപ്പ് അതൊരു സ്പൂൺ കൂടി വേണ്ട. ഇനി കുരുമുളക് പൊടിച്ചെടുക്കാൻ ഒരു സ്പൂൺ കൂടി. ഇനി ഗരം മസാല ഇത് പൊടിച്ചെടുക്കാം. ഗരം മസാലയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? എന്താണ്? പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം. മതി. ഇനി ഇത് ഈ മിക്സിൽ ഇങ്ങനെ അരച്ചതില്ലേ പേസ്റ്റ് ആക്കിയതില്ലേ അതൊരു കുറച്ച് കൊടുത്ത അത്രയ്ക്ക് വേണ്ട, അതിൻ്റെ ഒരു പകുതി അതിട്ടോ. അത് അതിന് ബിരിയാണി മസാലയൊക്കെ ഉള്ളതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കുക. തീരെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ കുക്കറിൽ. ഈ ചിക്കൻ തന്നെ വെള്ളം വരും. എന്നിട്ട് പെട്ടെന്ന് ഒരു വിസിൽ വന്ന് പെട്ടെന്ന് ഓഫാക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോകാനൊന്നും കാത്തിക്കണ്ട, അപ്പോഴേക്കും ചിക്കൻ ഉടയും. വേഗം തുറക്കുക, ജസ്റ്റ് ഒന്ന് വേവിക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ കുറേ നേരം കിടക്കേണ്ടത്. ഫ്രൈ ആക്കുന്ന ചില കുറച്ചുകൂടി ടേസ്റ്റ് ആവും ഫ്രൈ ആക്കിയാൽ മാത്രം. ഫ്രൈ ആക്കാം, അതൊരു രസം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ആക്കുന്ന സമയത്തേ കുറേ നേരം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ആവില്ല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക. എന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കുമ്പോൾ പിന്നെ അധികം നേരം വേണ്ട, പെട്ടെന്ന് എടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഞാൻ അകത്തേക്ക് വെക്കാം. സവാള നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതല്ല ഇത് അരിയണേൻ്റെ മുന്നേ ഇതിങ്ങനെ നടു മുറിച്ചിട്ട് വെള്ളത്തിട്ടിടാം. അപ്പോൾ കുറച്ചുകൂടി അരിയണ സമയത്ത് കുറച്ചുകൂടി നല്ലതാണ്. അതായത് കണ്ണിൽ അത് കണ്ണ് ഭയങ്കര നീളല്ല, കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ നടു മുറിച്ചിട്ട് വെള്ളത്തിട്ടിട്ട് ഇത് അതൊന്നും ചെയ്യാത്ത കാരണം പുതിയ ഐഡിയയുടെ തോന്നി. ഇതൊക്കെ പഴയ ഐഡിയയുണ്ട്. ഇതിൻ്റെ ഇതൊന്നും കളയാൻ കേട്ടോ, ഒരുപാട് മുറിച്ച് കളയണ്ട, ഉള്ളി മുഴുവൻ കളയണ്ട. മുറിച്ചിട്ട് ഒന്ന് അരിഞ്ഞ് നോക്കട്ടെ. നൈസാണല്ലോ. പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പീസ് മുറിച്ചേക്കും. അല്ല എന്നാലും ഇത് നന്നായിട്ട് വഴന്ന് അത് വരണമെങ്കിൽ വലിയ പീസായിട്ടാ നന്നാവില്ല. ഉള്ളി ഇങ്ങനെ കാണരുത് അധികം. എന്നിട്ട് നന്നാക്കിയിട്ട് ഇതിൽ ഇട്ടാൽ മതിട്ടോ. കുറച്ച് നേരം നോക്കിക്കട്ടെ, അല്ല ഞാൻ കള്ളപ്പണി ചെയ്യും. ഉള്ളി വെട്ടയിലൊക്കെ പണ്ടേ എക്സ്പീരിയൻസ് ആണ്. അതല്ല, ഉള്ളി കട്ട് ചെയ്യും, പക്ഷെ അത് തിന്നായിട്ട് കട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്.
ഞാനിങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളീനെ ഒരു 4 പീസാക്കിയിട്ട് ഇടുവേ ചിലപ്പോഴേ. ഇതിലേക്ക് തക്കാളി ഒരു ചെറുനാരങ്ങ കേട്ടോ. ഒരു ഇതൊക്കെ ചെറിയ സൈസ് ഒരെണ്ണം മാത്രമേ വലിയ തക്കാളി ഉള്ളൂ, ബാക്കിയൊക്കെ ചെറുതല്ലേ. അപ്പോൾ ഇത് അത്രയും തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് മല്ലിയില എത്ര, പുതിനയില എത്ര, ഇത് വെള്ളത്തിൽ ഇട്ടേക്കട്ടെ കേട്ടോ, അതിൽ നിറയെ മണ്ണുണ്ട്. ഇങ്ങനത്തെ പൊതിനയാണ് നമ്മളവിടെ ബാക്കി മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടേ പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നിറയെ പൊതിന ഉണ്ടാവും. അപ്പൊ നമുക്ക് ബിരിയാണി കിച്ചണിലല്ല, അടുക്കളത്തോട്ടം. ഇപ്പൊ ഒരു വിസിൽ വന്ന് ഓഫാക്കിട്ടാ നിങ്ങൾക്ക് എന്താ വേണ്ട? നാരങ്ങകളോ ഇനി ഒത്തിക്കോ? കത്തിയോ? കത്തിയില്ല. എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത്? 3 ഗ്ലാസ്. അത് കൊറേ വേണ്ടല്ലോ. ഇത് കൂടെ ഇപ്പൊ തന്നെ കഴിക്കണ്ട പഞ്ചസാര ഇട്ടോ. അല്ല ഒറ്റയ്ക്കല്ലേ ഉണ്ടാക്കണം, അത് പറഞ്ഞു കൊടുക്കണ്ട. ഈ സ്പൂൺ ഉപയോഗിച്ചോട്ടോ. ഞാൻ വഴറ്റാനുള്ള പാത്രം എടുക്കട്ടെ. ഈ പാത്രത്തിൽ കഴിയുമ്പോൾ ഇപ്പൊ നേരത്തെ കഴിച്ചല്ലേ, ഇതിപ്പോ അതിൻ്റെ വേണം വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാമെങ്കിൽ ചിക്കൻ ആകെ പറഞ്ഞു. ഇപ്പോഴും വേണ്ട തീരെ വെള്ളം ഒഴിക്കാൻ രസമല്ലേ. ഇതിലെണ്ണ വെച്ചിട്ട് വറ്റിക്കുമ്പോൾ കുറേ നേരം എടുക്കും. ഇങ്ങനെ വെച്ച് ടേസ്റ്റ് ഒക്കെ മതി. വെള്ളം റെഡിയായോ? നോക്ക് മധുരണ്ടൊക്കെ കുറച്ച് ഒഴിക്കില്ല. നോക്കട്ടെ ഞാൻ ടേസ്റ്റ് നോക്കാം. അടിപൊളി. ഇല്ല കുട്ടിക്ക് ലഞ്ച് വെക്കാനൊക്കെ അറിയാം. ലഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇനി അരി വേവിക്കണ്ടേ? അരി വേവിക്കണം. ഇതിപ്പോ കൊള്ളാമല്ലോ അല്ലേ. ഇവിടെ കുറച്ച് അരി ഇരിക്കണ്ടേ, അപ്പൊ അത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് കൊടുക്കാം. നമുക്കൊരു എത്ര ഗ്ലാസ് വേണ്ടി വരും? ഇതിന്റെ ഒരു 5 കപ്പ് എടുക്കാം. അമ്മയ്ക്ക് അവൾക്ക് കൊടുക്കാം. അപ്പോ 5 കപ്പ് എടുക്കാം കേട്ടോ. ഒരു ജീരകശാല അരിയാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കഴുകൊന്നും വേണ്ട, പൊടിഞ്ഞു നോക്കാം. ഇതുണ്ടോ നേരത്തെ വറ്റിക്കാൻ വെച്ചിരുന്നാണ്. ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിന് എന്താ ചെയ്യാന്നറിയോ? ഇതിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയായിരുന്നു.
എന്നിട്ട് ഇത് തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പോരെ. ഓക്കെ അത് ചെയ്യാം. അത് ഞാൻ ആദ്യം ഇതിനെ അങ്ങോട്ട് ഓഫാക്കി അതിൽ തന്നെ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ ചെയ്യാം. ഇതിപ്പോ ഉള്ളി വഴറ്റാൻ അല്ല, ഇത് ഉള്ളി വഴറ്റാനല്ല, ഇത് ചോറ് വേവിക്കാൻ. അതിന് ചോറ് വേവിക്കാൻ എത്ര മിനിറ്റാന്ന് അറിയോ? 15 മിനിറ്റ്. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ഇടാൻ അറിയോ? പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് ഒരു 5-8 ഏലക്ക, 5-8 ഗ്രാമ്പു, 2-3 ചെറിയ പീസ് പട്ട. ഇനി ഇതിലേക്ക് വെള്ളം വേണം. എത്ര വെള്ളം ഒഴിക്കേണ്ടി അറിയോ? 5 ഗ്ലാസ് ആണെങ്കിൽ 10 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. അപ്പൊ ഇതില് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 5 കപ്പല്ലേ, 10 കപ്പ് വെള്ളം. ഇനി അതിൽ പാകത്തിന് ഉപ്പിടാം. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് അരിയിടാം. അപ്പൊ അതൊന്ന് ചൂടാവട്ടെ. ഇനി ഈ ചിക്കനെ നമുക്ക് ഇതിലാണ് ഉള്ളി വഴറ്റെടുക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇതിനങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റാൻ മതിയല്ലോ. അപ്പൊ ഇതിനോട് ഇനി ഇതിനധികം ഫ്രൈ ആവുന്നു. അധികം ഇങ്ങനെ വേവിക്കുന്നുണ്ട്. ഫ്രൈ ഇങ്ങനെ നമ്മൾ ഫ്രൈ ആക്കില്ലേ, അപ്പൊ കുറെ നേരം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ നമ്മള് വെന്ത സാധനമാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ഒന്നങ്ങട് അതിനൊന്ന് ഫ്രൈ ആക്കണ ഒരു ബ്രൗൺ കളർ വരില്ലേ, അതങ്ങോട്ട് ആക്കിയിട്ട് വേഗം ഇങ്ങോട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇതിങ്ങോട്ട് കോരുക. ഇനിയിപ്പോ നമ്മളതിലൊക്കെ വറുത്ത് കോരിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി അവിടുത്തെ സൺഫ്ലവർ ഓയിൽ ഇല്ല, സൺഫ്ലവർ ഓയിലാണ് നന്നായിരുന്നു. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണ്ട, മുഴുവൻ കുറച്ചൊന്ന് വറുത്ത് പോരാനുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് എപ്പോഴും ഉപ്പൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അരി ഇട്ടിട്ടില്ലല്ലോ നമ്മള്. അരി വെള്ളം തിളക്കാറായി. ഇതില് നാരങ്ങയില്ലേ, അത് ആ ചോറിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ചോറിൽ ഇതിന്റെ നാരങ്ങ നീര് ഒഴിക്കണം. എന്തിനാ ഒഴിക്കണ അറിയോ? ഈ ചോറൊക്കെ അരി ഇങ്ങനെ വേവുമ്പോഴേ കട്ടയാവാതിരിക്കാൻ വേണ്ടിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും. പിന്നെ ടേസ്റ്റ് ആണ്. ഒരു നാരങ്ങ ഫുൾ എടുക്കാം. തക്കാളി അരിയണം, പുതിന മല്ലിയില അരിയണം. ആദ്യം നമുക്കിപ്പോൾ ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഫുൾ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ഒരു പാത്രത്തിലേക്ക് ഇടും. ഉള്ളി അരിയുമ്പോൾ തന്നെ ഇനി അതിനെങ്ങനെ നടുവ് മുറിച്ചാൽ മതി. തക്കാളി ഫുള്ള് എടുക്കാം. ചെറിയ തക്കാളി അല്ലേ? ഞാനിവിടെ ഉള്ളി വഴറ്റുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഓർമ്മ ഉണ്ടായിരുന്ന ഉള്ളി വെച്ചിട്ട് നോക്കിട്ടറിയാം. അപ്പൊ ഇത് ഫുള്ള് ഇത് വേണം, ഇത് പുതിന ഇത് വേണം. ഇത് ബോളില് ഒരുമിച്ചിട്ടേക്കാട്ടോ. ഈ തണ്ട് കട്ട് ചെയ്യട്ടെ, അതൊക്കെ ഇതിലേക്ക് എടുക്കാം. എന്നാൽ വേണ്ടത് കട്ട് ചെയ്ത് കളഞ്ഞ കുഴപ്പമില്ല. ഇത് മല്ലിയില ഫുള്ള് വേണം കേട്ടോ. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ടാൽ മതി. ഇനി
ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ ഇതൊന്ന് ഈ ബൗളിൽ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒന്ന് തുറന്ന് ഇങ്ങനെ മുറിച്ചൊന്ന് നോക്കണം കേട്ടോ, വല്ല കേടുണ്ടോ എന്നൊക്കെ. എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇത് ഇടുക. മുന്തിരിയും കഴുകിയിട്ട് എടുക്കണം. മുന്തിരി ലാസ്റ്റ് എടുത്താൽ മതി. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടോ. ആ ഉള്ളി വഴങ്ങല്ലോ. ഉള്ളി ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? കുറച്ച് ഈ അരിഞ്ഞ വെച്ച തക്കാളി ഇടണം. ഇത് കഴുകണം. കഴുകണം. അതുപോലെ മുന്തിരി കുറച്ചിട്ടുണ്ട്, അതും കഴുകണം. ഇത്ര തന്നെ മുന്തിരി എടുക്കാം കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടാക്കണം. നല്ല സൗകര്യമുള്ള പാത്രമല്ലേ ഇത്? ഇതാരെ തന്നോർമ്മ? എന്റെ ഫ്രണ്ട് മനോജ് എന്നാണ്. ശരിക്കും നല്ല ഇങ്ങനെ വഴന്നു വന്നാലാണ് ടേസ്റ്റ് ഉള്ളത്. തക്കാളിക്ക് ഇങ്ങനെ ഉടഞ്ഞ പോലെ ആവണം. ഞാൻ ചോറ് ഓഫാക്കിണ്ട് കേട്ടോ. 15 മിനിറ്റ് ആയി. അപ്പൊ ഞാൻ ചോറ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഇടാൻ കഴിയുക? ഇതില് ഞാൻ ഇലകള് കട്ട് ചെയ്തിട്ടില്ലേ, അതിന്റെ പിന്നെ വേറെ ഒന്നും ഇടണല്ലോ. മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കഴിഞ്ഞിട്ട് ഓർമ്മ അരച്ച് വെച്ചത് അതിപ്പോ ഇടണം. പച്ചമുളകും വെളുത്തുള്ളി അരച്ചതൊക്കെ നന്നായിട്ട് വളർന്നില്ലേ, കുറച്ച് നേരം ഇട്ടിട്ട് വഴറ്റിയില്ല. ഇനി മല്ലിയിലും പുതിനയിലും. ഇനി ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടത് അറിയോ? മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാ മതി. ഗരം മസാല 1 സ്പൂണ്. ചെറിയ സ്പൂണാണ്, കുറച്ചുകൂടി നമുക്ക് നോക്കട്ടെ. ഒരു ഇത്തിരി കൂടി, കുറച്ചുകൂടി, അതിൻ്റെ പകുതി. കുറച്ചിട്ടാ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കാം. ഇതിലേ കുറച്ച് വെള്ളം ഒഴിച്ചു. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതിലേക്കുള്ള മസാല, ബിരിയാണി മസാലയാണിത്. റെഡിയായി. ഇനി ഇപ്പോൾ മസാല റെഡിയായില്ലേ? ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചതില്ലേ, അത് ചേർത്ത് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ തീ ഓഫ് ആക്കണം കേട്ടോ. ഇനി എന്തായാലും പണിയൊന്നുമില്ല. മസാല റെഡിയാണ്, ബിരിയാണി റൈസും റെഡിയാണ്. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പക്ഷെ അതിന്റെ മുന്നേ നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയിട്ടില്ലല്ലോ, അത് ഇത് കൂടെ ഇടണം. അത് സാറില്ല, ആദ്യം ഇത് നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ തന്നെ കിടന്നോട്ടെ ഫുള്ള്. അതിൻ്റെ മുകളിൽ ചോറിട്ടെടുത്താൽ മതി. നമ്മൾ കുറച്ച് ചോറല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. കുറേ അധികം ഉണ്ടാക്കുമ്പോഴാണ് ഇടയിൽ മിക്സ് ആയി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടാൽ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അടിയിൽ കിടന്നോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിനി ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ആക്കണം.
ഇത് ചെറിയ തീയിലിട്ടിട്ടേ ഇത് എന്നിട്ട് മൂടി വെക്കുക ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്നോട്ടെ. പിന്നെ ദമ്മിലിടുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഇനി ചെയ്യാൻ പോകട്ടോ. ഇത് നന്നായിട്ട് അമർത്തി വെക്കാം. ചട്ടയം കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിലായിരിക്കുന്നത്. വേറൊരു എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ ചീൻചട്ടി എന്നുള്ളത്, ഇരുമ്പിന്റെ അങ്ങനെ തവ ഉണ്ടാവില്ലേ, അതാണെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, പെട്ടെന്ന് അടി പിടിക്കൊന്നുമില്ല. അപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനത്തെ മറ്റേ ഇരുമ്പിന്റെ ദോശക്കല്ലില്ല. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഫ്ലെയിമാ കൊടുക്കണം കേട്ടോ. സിമ്മിലിടണം. ഇടയ്ക്ക് അങ്ങനെ അധികമായി പോയിട്ടാൽ കരിഞ്ഞു പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കണം. നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. ഇത് നല്ലത് നമ്മളുടെ അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഗൾഫിലാകുമ്പോൾ ആഫിയ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ആഫിയ ബ്രാൻഡ്, അത് നല്ലതാണ്. ഇത് ചെറിയ ബർണറായ കാരണം കുറേ നേരം എടുക്കും. അപ്പോൾ ഉള്ളിയൊക്കെ വഴുത്താൻ എനിക്ക് തോന്നുന്നു, ഫ്രൈ ആക്കി എടുക്കാൻ ഇതാണ് കുറച്ചുകൂടി ഉണ്ടാക്കി. ഇതിലേക്ക് വയ്ക്കും. ഞാനിതിലധികം ചെയ്യാറില്ല. എന്താ അറിയോ, ഈ ടൈൽസിൻ്റെ മുകളിലൊക്കെ തെറിക്കും. അപ്പോൾ അതാവില്ലേ, അപ്പോൾ അധികം ഞാൻ ഈ 2 ബർണറാണ് അധികം യൂസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വെറുതെ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഉള്ളി ഏതാണ്ട് വഴന്ന് വന്നില്ല, വഴന്നല്ല, ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഗോൾഡൻ കളറൊക്കെ വരാൻ തുടങ്ങിയില്ല. ഇനി നമുക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. എളുപ്പപ്പണി എടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് കോരിയെടുക്കാൻ നിൽക്കണം. അപ്പോൾ ഇനി അതിന് തീ ഓഫാക്കാണ്. ഇനി തീൻചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ആ ചൂടൊക്കെ ഒന്നുകൂടി മുരിഞ്ഞോളും. പിന്നെ നമുക്ക് ഇത് തുറക്കണ സമയത്തേ ഇട്ടെടുത്താൽ മതി. ഇനി സാലഡ് ഉണ്ടാക്കണ്ടേ. ഞാൻ സവാള നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയാം. നന്ന നൈസായിട്ട് അരിയൊന്നും വേണ്ട, അരിയാ. എന്നിട്ട് നമുക്ക് തൈരല്ലേ ഒഴിക്കേണ്ടത്, വിനാഗിരി അല്ലല്ലോ. അപ്പൊ 2 പച്ചമുളക് കൂടി എടുത്തിട്ട് ഇതൊന്ന് മുറിച്ചു വെക്കും. മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. പച്ചമുളക്, തേങ്ങ ചമ്മന്തി വേണോ? ചമ്മന്തി ഉണ്ടാക്കാലോ, അതും വെക്കാം. ബിരിയാണിക്ക് അത് ടേസ്റ്റാണ്. ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങ കേട്ടോ. ധാരാ ചെറുക്കി തന്ന ഇത്രയധികം തേങ്ങ എന്താ പറയാത്? അത് ഞാൻ പിന്നെ പറയാറുണ്ട്. അത് ആരാ ചെറുക്കി തന്ന അവർക്ക് കാണുന്നവർക്കൊക്കെ അറിയാം. അതിനെ പറയേണ്ട ആവശ്യമില്ല. ചെറിയൊരു കഷ്ണം എനിക്ക് വേണ്ടിയിട്ടാ. പുതിനയില, കുറച്ച് മല്ലിയില, ഉപ്പിടണം. പിന്നെ അതിലേക്ക് ഒരു പുളിപ്പുണ്ടാവും. അതിന് നമുക്ക് ഒന്നുക നാരങ്ങ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി. അപ്പോൾ നമുക്ക് വിനാഗിരി ചേർത്തിട്ട് ഉണ്ടാക്കി വെക്കാം. 2 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മതിയാവുമല്ലോ. വയ്ക്കട്ടെ. പാകത്തിന് ഉപ്പിട്ടാൽ മതി. ചെറിയ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് വിനാഗിരി. ഇനി ഇതൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ
അതാ ഓക്കെ അല്ലേ? സാലഡ് ഓക്കെ അല്ലെ? ചമ്മന്തി അരച്ചു കൊടുക്കുന്നുണ്ട്. സാലഡും തേങ്ങ ചമ്മന്തി റെഡിയാണ്. ഞങ്ങൾക്ക് ബിരിയാണി തുറന്നു നോക്കാം. ഇപ്പോൾ ബിരിയാണി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ടുള്ളത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചതില്ലേ അതിലിട്ട് കൊടുത്താൽ മുകളിൽ. ഇതൊന്ന് ഇളക്കണമെങ്കിൽ ഇങ്ങനെ മൊത്തത്തിലാണ് ഇളക്കണ്ട. ഒന്നങ്ങോട്ട് മേലേക്ക് ഒന്ന് വന്നാൽ മതി. ഒരു ഭാഗത്തുനിന്ന് ഇളക്കിയാലും മതി, പകുതി ഭാഗത്തുനിന്ന്. അപ്പോൾ ബിരിയാണി റെഡിയായി. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ പഠിച്ചു, ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഉണ്ടാക്കൂലേ? ഞാൻ വേണ്ടല്ലോ. ഇതൊക്കെ ഒരിക്കൽ കണ്ടാൽ മതിയല്ലോ, പഠിച്ചില്ലേ? ഈസി അല്ലേ? സൂര്യൻ നടക്കാൻ പഠിച്ചു ബിരിയാണി ഉണ്ടാക്കാൻ. ഇവിടെ സാലഡും ചമ്മന്തി, അച്ചാർ വേണം, അച്ചാർ കൊടുക്കാം. ഞങ്ങൾക്ക് കഴിക്കാം. അച്ചാർ വേണ്ട, അച്ചാർ ഫ്രിഡ്ജിലാണ്. അങ്ങനെ ഏട്ടൻ്റെ ബിരിയാണി വയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആളിപ്പോൾ ബിരിയാണി മാസ്റ്റർ ആവുമെന്നാണ് തോന്നണത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് എന്തായാലും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.